വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി. പോസ്റ്റൽ ഉദ്യോഗസ്ഥർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് വഖഫ് ബോർഡ് നൽകിയ കേസ് കോടതി റദ്ദാക്കി. കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരായ കേസാണ് റദ്ദാക്കിയത്. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. നിർണായകമായി മാറുന്ന ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് വഖഫ് ബോർഡിന് തിരിച്ചടിയല്ലേ, പ്രത്യേകിച്ചും കൂടുതലിടങ്ങളിൽ നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ? സുജയപാർവതി, ഗുഡ് ഈവനിംഗ്. അങ്ങേറ്റം നിർണായകമാകുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നത്. വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല, ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. വഖഫ് ഭൂമി കൈവശം വെച്ചു എന്നാവശ്യപ്പെട്ട് എന്ന വാദമുയർത്തി നേരത്തെ കോഴിക്കോട് കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരെ നേരത്തെ ക്രിമിനൽ കേസ് നടപടി തുടങ്ങിയിരുന്നു. ഈ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 നടപടിക്രമങ്ങളാണ് ഈ രീതിയിൽ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. വഖഫ് ബോർഡിന്റെ പരാതി അനുസരിച്ചായിരുന്നു നേരത്തെ മജിസ്ട്രേറ്റ് കോടതി ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തിയതും ഈ നടപടികളുമായി മുന്നോട്ട് പോയത്. 2017 കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ നടപടി ചോദ്യം ചെയ്താണ് ഈ 2 പോസ്റ്റൽ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചു. ഈ വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2013 ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതി വരുന്നത്. സെക്ഷൻ വകുപ്പ് 52A ആണ് 2013 കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതനുസരിച്ച് ഈ വഖഫ് ഭൂമി കൈവശം വെക്കുന്നത്, വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അങ്ങനെ കുറ്റകരമാകുന്നത് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും കൂടിയാണ്. ഈ കുറ്റം നിലനിൽക്കില്ല എന്നാണ്, പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അങ്ങനെ ഹൈക്കോടതി കണ്ടെത്താനുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം 1999 ഈ കോഴിക്കോട് നിന്ന് വെള്ളിമാട് കുന്നിലെ ഒരു ഓർഫനേജ് ട്രസ്റ്റ് ഈ ഭൂമി പോസ്റ്റൽ ആവശ്യത്തിനായി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങുന്നതിനായി ഇവർക്ക് കൈമാറിയത്. ഈ അവിടെയുള്ള കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വരികയുമായിരുന്നു. 2013 നിയമ ഭേദഗതി വരുന്നതിന് മുൻപാണ് ഈ പോസ്റ്റ് ഓഫീസ് ദീർഘകാല വാടക കരാർ അടിസ്ഥാനത്തിൽ കൈമാറിയത്. അതുകൊണ്ട് തന്നെ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൈമാറിയത് വഖഫ് അല്ലാതായി മാറുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഈ വിധിന്യായം കൊണ്ടുപോവുകയാണ്. ഇനി അടുത്തതായി വഖഫ് ബോർഡിന്റെ നീക്കം എന്താണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്.